ഒരു ജലാശയത്തെ നദി എന്ന് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ നീളത്തിൽ അത് ഒഴുകണം. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഹായ് ഓൾ, വെൽക്കം ടു i+. എൻ്റെ പേര് ആര്യ. അപ്പോൾ നമ്മൾ KTT കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് PYQസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അതുമായിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? നവോത്ഥാനം, റിനൈസൻസിന്റെ പിതാവ് ആരാണ്? ദാന്റെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, ഇറാസ്മസ്. 4 പേരുടെ പേരുണ്ട് ഇതിൽ. റിനൈസൻസ്, ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് പറയുന്നത് ആരാണ്? പെട്രാർക്കാണ്, അല്ലേ? പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മറന്നു പോകരുത്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കാണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനം, ഇന്ത്യൻ റിനൈസൻസ് ആണെങ്കിൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്, അല്ലേ? ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ്. ഇനി കേരള റിനൈസൻസ് ആണെങ്കിലോ ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ തന്നെ കേരള റിനൈസൻസ് ആണെങ്കിലോ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെട്രാർക്കാണ്. ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 3 പേരുടെ പേര്, ഇവരുടെ ബുക്കുകളൊന്ന് ഓർത്തിരിക്കുക, കാരണം അത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബുക്കുകളുടെ പേരും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഡാന്റെയുടെ ബുക്ക് ഏതാണ്? ഡിവൈൻ കോമഡി, അല്ലേ? ഡാന്റെയുടെ ബുക്ക് ഏതാണ്? ഡിവൈൻ കോമഡി. ഡാന്റെ ഡിവൈൻ കോമഡി. ഇറാസ്മസിന്റെ ദി പ്രൈസ് ഓഫ് ഫോളി. അപ്പൊ ഡാന്റെ എഴുതിയ ബുക്ക് ഏതാണ്? ഡിവൈൻ കോമഡി ആണ്. ഇറാസ്മസ് ആണെങ്കിൽ ദി പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇറാസ്മസ് ആണ്. ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ KTT എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ബൊക്കാച്ചോയുടെ ബുക്കിന്റെ പേര് ഡെക്കാമെറോൺ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബൊക്കാച്ചോ എഴുതിയ ബുക്കിന്റെ പേരെന്താണ്? ഡെക്കാമെറോൺ എന്നാണ്. അപ്പോൾ ബുക്കുകളുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഡാന്റെ എന്ന് പറയുന്ന ഡിവൈൻ കോമഡി, പിന്നീട് ബൊക്കാച്ചിയോ ഡെക്കാമെറോൺ ആണ്. ഇറാസ്മസിന്റെ ബുക്കാണെങ്കിലോ ദി പ്രൈസ് ഓഫ് ഫോളി എന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം: ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയിയുടെ പേരെഴുതുക. ബംഗാൾ പാർട്ടീഷൻ, അല്ലെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തിയ വൈസ്രോയി ആരാണെന്നാണ് ചോദ്യം. ഇർവിൻ പ്രഭു, വില്യം ബെന്റിക് പ്രഭു, കഴ്സൺ പ്രഭു, റിപ്പൺ പ്രഭു. 4 പേരുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് കഴ്സൺ ആണ്, അല്ലേ? ലോർഡ് കഴ്സൺ ആണ് എന്ത് നടത്തിയത്? ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ ആണ്. വർഷം ഓർത്തിരിക്കുക, 1905 നവംബർ 12, അല്ലേ? അപ്പൊ കഴ്സൺ പ്രഭു ആണ് എന്ത് നടത്തിയത്? ബംഗാൾ വിഭജനം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തിയത്. ഓക്കെ, കഴ്സൺ പ്രഭു ആണ്, മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് ആരാണ്? ലോർഡ് കഴ്സൺ ആണ്. നടത്തിയ വർഷവും കൂടി ഓർത്തിരിക്കുക, 1905 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത് ഏത്? അപ്പം ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകാത്ത നദി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട്? 44 നദികളാണ് കേരളത്തിലുള്ളത്, അല്ലേ? ഒരു ജലാശയത്തെ നദി എന്ന് പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ നീളത്തിൽ അത് ഒഴുകണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നദി എന്ന് പറയുന്നത്, അല്ലേ? 15 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഒരു ജലാശയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നദി എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്, അല്ലേ? അതിൽ 41 എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടും പിന്നീട് എന്താണ് 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അപ്പം 41 വെസ്റ്റ് ഫ്ലോയിങ് ആണ്,
മൂന്നെണ്ണോ ഈസ്റ്റ് ഫ്ലോയിങ് ആണ് അല്ലേ. കേരളത്തിൽ ടോട്ടല് 44 നദികളുണ്ട്. അതിൽ 41 എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് ആണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. 3 മാത്രമാണ് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത് ഏത്? അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകാത്ത നദി ഏതാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? പെരിയാറ്, പാമ്പാറ്, ചാലിയാറ്, ഭാരതപ്പുഴ. ഇതിലേതാണ് പടിഞ്ഞാറോട്ട് ഒഴുകാത്തത്? നോക്കിയേ, ഇവിടെ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഉണ്ട്. അതിൽ 3 അതായത് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 3 റിവേഴ്സ് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇവ 3 എന്തെന്ന് പറയുന്നത്? ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ്. ഏതൊക്കെയാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, കബനിയും ഭവാനിയും പാമ്പാറും എന്താണ്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ബാക്കി 41 നദികളും എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി പാമ്പാറാണ് അല്ലെ. അപ്പൊ പാമ്പാർ മാത്രമേ ഉള്ളൂ ഇവിടെ എന്താണ് പടിഞ്ഞാറോട്ട് ഒഴുകാത്തത്. ബാക്കിയെല്ലാം പെരിയാറാണെങ്കിലും ചാലിയാറാണെങ്കിലും ഭാരതപ്പുഴയാണെങ്കിലും എന്താണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ, അപ്പം കേരളത്തിൽ എത്രയാണ്? 44 നദികളുണ്ട്. 41 എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ്. അതിലും കിഴക്കോട്ട് ഒഴുകുന്ന 3 മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന്? ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, ജൂൺ 1 മുതൽ മെയ് 31 വരെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ. അപ്പൊ എന്നാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ന്യൂ ഇയർ എപ്പോഴാണ്? ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് അല്ലേ. നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ പുതിയൊരു വർഷം. നോർമലി ഒരു ഇയർ എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഏപ്രിൽ 1 തീയതി മുതൽ നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷത കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കൊടുക്കാവുന്ന ആശയം. ഇപ്പൊ കേട്ടിട്ട് എക്സാമിന് പെഡഗോജി ചോദ്യങ്ങൾ വരും. നമുക്ക് 60 മാർക്ക് എന്താണ് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കുമെങ്കിൽ 40 മാർക്ക് നമ്മുടെ എന്താണ് GK ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുമെങ്കിൽ ബാക്കി 20 ക്വസ്റ്റ്യൻസ് എന്താണ് പെഡഗോജി റിലേറ്റഡ് ആണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷത കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കൊടുക്കാവുന്ന ആശയം. അപ്പൊ ഇന്ത്യയുടെ സവിശേഷത കുട്ടികളെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ആശയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം, സ്വയം പര്യാപ്തത, പ്രാദേശികവാദം, സാക്ഷരത. അപ്പൊ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് കുട്ടികളെ നമ്മൾ തീരെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അല്ലെ LPയിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല ആശയം ഏതായിരിക്കും? നാനാത്വത്തിൽ ഏകത്വമാണ് അല്ലെ. ഇപ്പൊ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പല മതത്തിൽപ്പെട്ട, പല ജാതിയിൽപ്പെട്ട, പല വസ്ത്രങ്ങൾ ധരിക്കുന്ന, പല ആഹാരം കഴിക്കുന്ന ആൾക്കാർ, വളരെ വ്യത്യസ്തരായ കുറെ ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നാനാത്വത്തിൽ എന്താണ് ഏകത്വം? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത് അല്ലെ. അതെന്താണ്? നാനാത്വത്തിൽ ഏകത്വത്തിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലെങ്കിൽ അവരുടെ ഈറ്റിംഗ് സ്റ്റൈലോ ഒന്നും ആയിരിക്കില്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ഏത് രീതിയിലായാലും എവിടെ ചെന്നാലും അതിൻ്റെതായ വ്യത്യസ്തതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പല ജാതിയിൽ, പല ഭാഷയിൽ, പല ഡ്രസ്സിലാണ് ആൾക്കാർ. എല്ലാത്തിലും എന്താണ് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ആൾക്കാർ ഒരുമിച്ച് വളരെ യൂണിറ്റിയോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ആശയം എന്ന് പറയുന്നത് ഏതാണ്? നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്